ചൂരൽമല വാർഡ് മെമ്പർ CK നൂറുദ്ദീൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ നൂറുദ്ദീൻ, വിവരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ കടന്നു പോകുന്നത്. അങ്ങ് രക്ഷാപ്രവർത്തനം നടക്കുന്ന പ്രദേശത്തുണ്ടോ? ഞാനും ഒരു 100-200 ആൾ ഇവിടെ കുടുങ്ങിക്കിടക്കാണ്. താങ്കൾ കുടുങ്ങിക്കിടക്കുകയാണ്? അതെ, വഴികളില്ല, ഒന്നുമില്ല. പിന്നെ എന്റെ മുന്നിൽ തന്നെ കുറെ ആളുകൾ ജീവന് വേണ്ടി കരയുന്നുണ്ട്. ഞങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല. അവര് രക്ഷിക്കുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുക, കയ്യും കാലൊക്കെ ആയിട്ട്. 100-150 ആൾ ഇവിടെ ഒറ്റപ്പെട്ട് അതുണ്ട്. വല്ലാത്തൊരവസ്ഥ. കൃത്യമായി ഈ കുടുങ്ങിക്കിടക്കുന്ന പ്രദേശം ഒന്ന് പറയാൻ കഴിയുമോ? കുടുങ്ങിക്കിടക്കുന്ന പ്രദേശം കറക്റ്റ് പുഞ്ചിരിമട്ടം മുണ്ടക്കായി മസ്ജിദിന്റെ ഏരിയയിലാണ് ഇപ്പൊ കുടുങ്ങിക്കിടക്കുന്നത്. മുണ്ടക്കായി മസ്ജിദിന്റെ മേഖലയാണല്ലേ? അതെ, മസ്ജിദ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ പുഞ്ചിരിമട്ടം എന്ന് പറയാം, അവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഞങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ പോലും അവരെ അടുത്തേക്ക് പോകാൻ പോലും പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് NDRFന്റെ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ മിലിറ്ററിനെ വിട്ടിട്ട് ഇവരെ രക്ഷിക്കണം. ധൈര്യമായിരിക്കും നൂറുദ്ദീൻ. ചില കാര്യങ്ങൾ നമുക്ക് രക്ഷാപ്രവർത്തകരെ വളരെ വേഗം കണക്ട് ചെയ്ത് തരാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1-2 കാര്യങ്ങൾ. അങ്ങേക്കൊപ്പം അവിടെ ഇപ്പോൾ എത്ര പേർ തുടരുന്നുണ്ട് എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇവിടെ ഏകദേശം എന്റെ കൂടെ എല്ലാരും കൂടെ ഒരു 200 പേരുണ്ട്. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്? അല്ല, അതെ, ഞങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് എവിടുത്തെ രക്ഷപ്പെടാൻ വഴിയില്ല. അങ്ങനെ ഞങ്ങൾ വേറൊരു ഏരിയയിലായിട്ട് നിൽക്കുകയാണ്. പക്ഷെ കുറെ ആളുകൾ കയ്യും കാലും കെട്ടി മരിച്ചിട്ടായിട്ടും ബോഡിയായിട്ടും വീട്ടിലും ചെളിയിലും കിടക്കുന്നുണ്ട്. അവരെ എടുക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല, അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ മറ്റൊരു വഴിയിലൂടെ മെഡിക്കൽ സഹായം അടക്കം അവിടേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നൂറുദ്ദീൻ. ഇപ്പോൾ 200 പേർ കുടുങ്ങിക്കിടക്കുന്നത് അങ്ങ് നിൽക്കുന്ന പ്രദേശത്ത്, അതായത് ഈ മസ്ജിദിന്റെ മേഖലയിൽ മാത്രമാണല്ലേ? അതെ, മുണ്ടക്കായി പുഞ്ചിരിമട്ടം എന്ന. നൂറുദ്ദീൻ ഒരു നിമിഷം തുടരുക. ഈ പ്രദേശത്തെ രക്ഷാപ്രവർത്തകൻ റഫീഖുമായി ഇപ്പോൾ അങ്ങേക്ക് സംസാരിക്കുന്നതാണ്. റഫീഖ്, സംസാരിച്ചോളൂ. എന്തായിരുന്നു പറയൂ? ചൂരൽമല വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ സാറേ, നമ്മൾ ഉരുൾപൊട്ടിയ സ്റ്റാർട്ടിംഗ് ഏരിയയിൽ മുണ്ടക്കായി പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പള്ളിയുടെ അടുത്താണുള്ളത്. എവിടെയാണുള്ളത്? മുണ്ടക്കായി മസ്ജിദിന്റെ പുഞ്ചിരിമട്ടം മസ്ജിദിന്റെ അടുത്ത് ഞങ്ങളൊരു 100-200 പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. 100-200 പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. കുറെ മനുഷ്യര് മരിച്ചു കിടക്കുന്നുണ്ട്. കുറെ മനുഷ്യര് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങളോട് കരയുന്നുണ്ട്. ഞങ്ങളെ കയ്യിൽ ഒരു സാധനവും ഇല്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് അടുക്കാനും കഴിയുന്നില്ല. എത്രയും പെട്ടെന്ന് സാറേ വന്ന് അവർ രക്ഷിക്കും സാറേ, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങോട്ട് ഒരു ഹെലികോപ്റ്ററിൽ എങ്ങനെ ആളെ കയറ്റി വിട്ടിട്ട് അവർ രക്ഷിക്കും. ഞങ്ങൾക്ക് ഇത് കണ്ടു നിൽക്കാനുള്ള കഴിവില്ല, അതുകൊണ്ടാണ്. പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അല്ലേ? അതെ, പുഞ്ചിരിമട്ടം മസ്ജിദിന്റെ അടുത്ത്. നൂറുദ്ദീൻ, ധൈര്യമായി നിൽക്കുക. രക്ഷാപ്രവർത്തകരാണ് ഇപ്പോൾ അങ്ങയോട് സംസാരിച്ചത്. ഒട്ടും ഭയപ്പെടേണ്ടതില്ല. എത്രയും വേഗം രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തും. ചൂരൽമല വാർഡ് മെമ്പറാണ് സംസാരിച്ചത്. അദ്ദേഹത്തിനോടൊപ്പം ഏതാണ്ട് 200-ലധികം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. പലരിലേക്കും എത്താൻ കഴിയുന്നില്ല. ഇവർക്ക് തന്നെ തൊട്ടടുത്ത പ്രദേശത്ത് എത്തിക്കൊണ്ട് ആ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു സങ്കടത്തിന്റെ കഥയാണ് ഇപ്പോൾ അദ്ദേഹം വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകൻ റഫീഖാണ് ഇപ്പോൾ നൂറുദ്ദീനുമായി സംസാരിച്ചത്. റഫീഖിന്റെ ഒപ്പമുള്ളവർക്ക് വളരെ വേഗം അവിടേക്ക് സഹായം എത്തിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സങ്കടകരമായ ഒരു സ്ഥിതിയാണ്, പക്ഷേ വളരെ വേഗം അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയുമെന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. നൂറുദ്ദീൻ, സധൈര്യം ഇരിക്കുക. ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നത് നമുക്ക് പ്രതീക്ഷിക്കാം.